റീത്ത മാർട്ടിൻ. അജു, കൺഗ്രാറ്റ്സ്. നിങ്ങളെ നേരത്തെ പരിചയം ഉണ്ടായിരുന്നോ? ഞങ്ങൾ ഒരേ കോളേജിൽ. മോളെ പഠിക്കാൻ വിട്ട കാലത്ത് വായി നോക്കി നടക്കാതെ അവള് നന്നായിട്ട് പഠിച്ച് പാസ്സായി. നീ ഇങ്ങനെ കറങ്ങി നടന്നോ? നല്ലൊരു ദിവസമായിട്ട് വെറുതെ. ഇതാ നിന്റെ കുഴപ്പം. പറയാനുള്ള കാര്യങ്ങൾ അപ്പപ്പ പറഞ്ഞേക്കണം. എത്ര ആൾക്കാർ കൂടി നിന്നാലും പറഞ്ഞേക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞ് മാനം കെടുത്തിയാലേ ഉമ്മാരൊക്കെ നന്നാവുള്ളൂ. വല്യപ്പച്ചന്റെ മോന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അജു, തർക്കുത്തരം പറയുന്നോ? ഇങ്ങോട്ട് മര്യാദ കാണിച്ചെങ്കിൽ മാത്രമേ എനിക്കും തിരിച്ച് കാണിക്കാൻ പറ്റൂ. സോറി പറടാ, സോറി പറടാ. സോറി. നീ അവിടെ എന്തോ പറഞ്ഞല്ലേ? അവൻ പറഞ്ഞ കേട്ടില്ലേ ചേട്ടാ? അവൻ പറഞ്ഞത് എന്താണ് തെറ്റ്? അവനെ മറ്റേ കാര്യം നോക്കിയാ പോരെ. അങ്ങനെയാണെങ്കിൽ എന്തിനാ എന്ത് മാത്രം തന്നോടാ? എടോ, എന്റെ മകനെ തല്ല നിനക്കെന്താടാ യോഗ്യത? എടാ എന്തുവാണ് നല്ലൊരു ഫംഗ്ഷൻ നടക്കുന്നിടത്ത് നീ ഇങ്ങനെ ആണോ? പറയേണ്ട കാര്യം എവിടെ വെച്ചാണേലും ആരുടെ മുന്നിലാണേലും പറയണം. നാലാളെ മുന്നിൽ വെച്ച് പറഞ്ഞാലേ ഇവനൊക്കെ നാണം കെടുള്ളൂ. ജോലി കൂലിയില്ലാതെ തെക്കോടൊക്കെ തെണ്ടി നടക്കുന്ന ഇവന് വേണ്ടി വക്കാലത്ത് പറയുന്ന നിനക്ക് നാണമില്ലേ? നിനക്ക് എത്ര വയസ്സായടാ? നിന്റെ വയസ്സ് പറയടാ. 26. ഇവന്റെ പ്രായത്തിൽ നിങ്ങൾ എന്നാ ചെയ്തിരുന്നു? ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നാണക്കേടിന്റെ കാര്യം, പാതിരാത്രി അയൽ വീട്ടിലെ പെണ്ണിന്റെ വീട്ടിലെ കോഴിക്കോട്ട് നിന്ന് നാട്ടുകാർ പിടിച്ചു കെട്ടിയപ്പോ അന്ന് നമ്മുടെ അപ്പ അനുഭവിച്ച നാണക്കേടിന്റെ 1000-ൽ 1 ഇവൻ കാരണം ഞാൻ